ഗൈസ്, ഇന്ന് ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ നമ്മുടെ കർക്കിടക മാസത്തിൽ കൂർഗ് നാട്ടിൽ നടക്കുന്ന ഒരു ആചാരം എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു അവർ ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്. 18-ാം കർക്കിടകം എന്ന ദിവസം എത്തുമ്പോൾ ഇവരൊരു കർക്കിടക ചപ്പ് എന്ന് വിളിക്കുന്ന ഒരു ചെടിയുണ്ട്. ആ ചെടി പറിച്ചു. ഇവർ ഏകദേശം പറയുന്നത് 18 മരുന്ന് അടങ്ങിയിരിക്കും ആ ചെടിയിൽ നിന്നാണ് 18-ാം തീയതി ചപ്പ് പറിക്കുമ്പോൾ. അപ്പം ഈ ചപ്പ് ഞാനൊരു ഏകദേശം 2-3 വർഷങ്ങളായി കഴിക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങളുടെ കൂടെയുള്ള ചേച്ചിമാരൊക്കെ അത് പറിച്ച് ആ ചപ്പ് ഉപയോഗിച്ച് പായസം അവർ ഉണ്ടാക്കും. അത് കഴിക്കുന്നത് നല്ലതാണ് എന്നാണ് പറയുന്നത്, ആരോഗ്യത്തിന്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ആ ചപ്പിനെ കുറിച്ചും ആ ചപ്പ് എങ്ങനെ ഉണ്ടാക്കും വെച്ച് പായസം. അപ്പോൾ ഇതാണ് നമ്മുടെ കർക്കിടക ചപ്പ് എന്ന് വിളിക്കുന്നത്. ഇതെങ്ങനെയാണ് ഇത് ഏകദേശം കണ്ടാൽ ഇങ്ങനെയാണ് കേട്ടോ ചപ്പ്. ഇത് 18-ാമത്തെ ദിവസം അല്ലേ ചേച്ചി? അപ്പോൾ ഇതാണ് നമ്മുടെ കർക്കിടക ചപ്പ്. ഓക്കെ, 18-ാം തീയതി ഇത് പറിച്ചെടുത്ത് പായസമാക്കുകയാണ് ചെയ്യാറ് പതിവ്. അപ്പോൾ ഇതാണ് ആ ചപ്പ്. അപ്പോൾ നൈസ്. ഈ ചപ്പിനൊരു സ്മെല്ലുണ്ട്, ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ. ആൻഡ് ഇത് കുറച്ചൊരു റഫാണ് ഈ ചപ്പ് തൊട്ട് നോക്കുമ്പോൾ. ഇത് നമ്മുടെ കർക്കിടക ചപ്പാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇപ്പം തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളത്തിൽ. ഇതിൻ്റെ നീരെടുത്തിട്ടാണ് നമ്മൾ പായസം ആക്കുക. നമ്മുടെ ഇലയൊക്കെ തിളപ്പിച്ച് വെള്ളം നീരാക്കി ഔഷധ ഗുണം 18 എണ്ണം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ശർക്കരയാണ്. നമ്മളിത് പായസത്തിൽ ആക്കാൻ വേണ്ടിയിട്ട് ശർക്കര വെള്ളത്തിൽ ചൂടാക്കുന്നു. ആണ് നമ്മുടെ പച്ചരി നമുക്ക് പായസം ആക്കാൻ വേണ്ടിയിട്ട് കഴുകി വെച്ചില്ല. ഇപ്പം അരി നമ്മൾ ഈ വെള്ളത്തിൽ ഔഷധം ഉള്ള വെള്ളത്തിലിടും. ഏകദേശം വേവിക്കാൻ അങ്ങനെയും. ഇതാണ് ഔഷധ ഗുണമുള്ള ഇത്. ശരിക്കും നമുക്കൊരു മലേഷ്യയിലും ഇങ്ങനെ ആളുകൾ ഈ ഒരു കളറ് പിന്നെ ഗ്ലൂട്ടിനസ് റൈസ് എന്ന് പറഞ്ഞിട്ട് ആക്കും. ഏകദേശം അതേപോലെ ഉണ്ട് ഈ പായസം. ഞാൻ പെട്ടെന്ന് ഓർമ്മ. ഇതിന് ഉപ്പിടുക കുറച്ച്. എന്നിട്ട് നമ്മൾ ഇതിനെ വേവിക്കാൻ വെക്കുന്നു. വേവിച്ച ഈ നമ്മുടെ റൈസാണ്. ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ ജാഗറി വാട്ടർ, വെള്ളത്തിൻ്റെ വെള്ളം ഒഴിക്കുകയാണ്. കുറച്ച് ഇനി ഇത് ഏലക്ക അല്ലേ, ഏലക്ക പൊടി, ഏലക്കയും ഇടുക. തേങ്ങ ചിരകിയതും. അപ്പോൾ കുറച്ച് ചൂടാക്കണം. പിന്നെ കുറച്ച് ചൂടാക്കണം ഇതിന്. പായസത്തിന് കുറച്ച് ചൂടാക്കി പിന്നെ നമുക്ക്
കുറച്ചും കൂടിയും ലൂസ് ആവണം. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് കുറച്ച് ലൂസാക്കണം ഇതിനെ. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് എന്നിട്ട് കുറച്ച് തിളപ്പിക്കും അല്ലേ. അപ്പോൾ ഇത് നമ്മൾ കുറച്ചുകൂടി തിളപ്പിക്കാൻ പോവുക. അപ്പം അതിന് കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കിയതാണ്. അപ്പോൾ ഇത് കുറച്ച് തിളച്ച് കഴിഞ്ഞാൽ റെഡിയായി. അപ്പം നമ്മുടെ കർക്കിടക സ്പെഷ്യൽ പായസം റെഡിയാണ്. ഇത് ഒരു ഹെൽത്തി ആൻഡ് ന്യൂട്രീഷ്യസ് ആയ ഒരു പായസമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ആൻഡ് ഇനി അടുത്ത ഒരു വ്ളോഗും വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.